ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ചായില്ലേ ഒരു ട്രാവൽ വ്ളോഗൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ട്രാവൽ വ്ളോഗ് ആവാം. ഇതൊരു സൺഡേ ഔട്ടിങ്ങിന് പോയ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാലക്കാട് വരെ ഒന്ന് ചുറ്റി കറങ്ങാൻ പോവുകയാണ്. 5 മിനിറ്റിൻ്റെ വില ശരിക്കും അറിഞ്ഞ ദിവസമാണ്. 5 മിനിറ്റ് ലേറ്റ് ആയതിൻ്റെ വരെ ഞങ്ങൾക്ക് 6:45 ട്രെയിൻ മിസ്സായി. എന്നിട്ട് 7:15 ട്രെയിനാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഷൊർണൂർക്കാണ് കേട്ടോ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടില്ല, അവിടെ വരെ നിന്നിട്ടാണ് പോയത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ എത്തി കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഞാൻ കാണുന്നത്. ജസ്റ്റ് ലാസ്റ്റ് പാലക്കാട് പോയപ്പോൾ ജസ്റ്റ് ഇറങ്ങി അപ്പോൾ തന്നെ ടിക്കറ്റ് എടുത്ത് പാലക്കാടുക്കുള്ള ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു യാത്രയിലാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത്. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നീറ്റായിട്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയായിരുന്നു കേട്ടോ. ഈ ഒരു പാർക്കിംഗ്, വണ്ടി വരുന്ന സ്ഥലവും സംഭവമൊക്കെ കാണുമ്പോൾ ശരിക്കും എയർപോർട്ടിലൊക്കെ വണ്ടി വരുന്ന ആ ഒരു സെറ്റപ്പ് പോലെ തോന്നിട്ടോ. എന്തായാലും ഞാനിത് ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. പലരും ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഓരോരുത്തർക്ക് ഫസ്റ്റ് കാണുന്നതാണല്ലോ എക്സൈറ്റ്മെൻറ്റ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത് ഞങ്ങൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് കണ്ട പോയത്. അവിടെ നിന്ന് ഞങ്ങൾ ചെറുപ്പുളശ്ശേരിക്കുള്ള ബസ്സാണ് കയറിയത്. ഡയറക്റ്റ് മണ്ണാർക്കാട് ബസ് കയറിയിട്ടില്ല, കാരണം ഷട്ടിലടിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഒരു ആവറേജ് കുഴപ്പമില്ലാത്ത നല്ലൊരു ഫുഡ് തന്നെയാണ് കിട്ടിയത്. നല്ല ചൂട് പൊറാട്ടയും ബീഫ് കറി ആയിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നേരെ ഞങ്ങൾ ചെറുപ്പുളശ്ശേരി ബസ് കയറി. അവിടെ എത്തിയപ്പോൾ ലൈറ്റായിട്ട് ജ്യൂസൊക്കെ ഒന്ന് കുടിച്ച് ഒന്ന് റിഫ്രഷ് ആയി. എന്നിട്ട് പിന്നെ നേരെ മണ്ണാർക്കാട് ഉദ്യാനത്തിലേക്കുള്ള ആ ഒരു കഞ്ഞിരപ്പുഴ ഡാം കാണാൻ വേണ്ടിയിട്ടുള്ള ബസ്സാണ് കയറിയത്. അവിടെ എത്തുമ്പോഴത്തേനും നല്ല വെയിലായിരുന്നു. എന്തായാലും ഞങ്ങൾ കുറച്ച് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുത്തും അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ആദ്യം ലൈറ്റായിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് പാർക്കിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഡാം കാണാൻ ടോപ്പിലേക്ക് കയറി. കുട്ടികളുടെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. വീക്കെൻഡ് ആയിട്ടും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അങ്ങനെ ആസിഫ് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഡാം കാണാനായിട്ട് ടോപ്പിലേക്ക് പോയത്. സാധാരണ ഞങ്ങൾ ഡാമൊക്കെ കാണാൻ പോയാൽ തുറന്നിട്ട ഡാമൊക്കെ കാണാറുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഷട്ടറൊക്കെ അടച്ചിട്ടിട്ട് ഈ ഒരു ടൈമിൽ പോയപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഡാം കാണാൻ പറ്റിയത്. വെള്ളം കുറവായത് കൊണ്ടായിരിക്കാം ഷട്ടറൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ കുറേ സ്റ്റെപ്പ് കയറി ഞങ്ങൾ ടോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. ഡാമുകളൊക്കെ കാണുമ്പോൾ ഏകദേശമൊക്കെ ഒരേപോലെയൊക്കെ തന്നെ തോന്നുക. ഒരു സൈഡ് വെള്ളം കെട്ടി നിർത്തുന്നു, ഒരു സൈഡ് ഡാം ഷട്ടറും ഒക്കെ കാണാം. ബട്ട് അതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ പലതും പല ടൈപ്പായിരിക്കും. നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും, നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മലമ്പുഴ പോയപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. എല്ലാ യാത്രയിലും ഡാം വിസിറ്റ് ചെയ്യുക ഉണ്ടെങ്കിൽ ആസിഫിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർക്ക് ഡാം വെള്ളം ഒക്കെ ഭയങ്കര ക്രൈസാണ്. അപ്പോൾ അതുകൊണ്ട് ഡാം വിസിറ്റ് എന്ന് പറയുന്നത് ആസിഫിൻ്റെ ആ ഒരു ട്രിപ്പ് തന്നെ ഭയങ്കര മൂഡാകും. അങ്ങനെ മൊത്തത്തിൽ ചുറ്റി കറങ്ങി വന്ന് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് ഇങ്ങനെ പുറത്തേക്ക് വന്നത്. അപ്പോൾ ഇതാ ഒരു കുതിര സവാരി കണ്ടു. ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് കയറി പിന്നെ ഫുഡ് കഴിച്ചിട്ടോ. നല്ല അടിപൊളി ബിരിയാണി കഴിച്ചു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ച് ബാക്ക് ടു തൃശ്ശൂരിലേക്കുള്ള യാത്രയിലായിരുന്നു. അങ്ങനെ വീഡിയോസൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് വീട്ടിലേക്കുള്ള ആ ഒരു പട്ടാമ്പിയിൽ നിന്ന് ഞങ്ങൾക്ക് കുന്നംകുളം വരെ KSRTC ബസ്സിലാണ്. എല്ലാ യാത്രയിലും ഞങ്ങൾക്ക് KSRTC മിസ്സാവാറില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞങ്ങൾ KSRTCയിലാണ് പോകുന്നത്. ലൈറ്റായിട്ട് ഫുഡ് പാർസൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇതോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്